വെൽക്കം ടു പ്ലാന്റ് സപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ജീനോം ഓർഗനൈസേഷൻ ഇൻ പ്രോകാരിയോട്ട് ആണ്. പ്രോകാരിയോട്ടിലെയും യുക്കാരിയോട്സിലെയും ജീനോം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം പ്രോകാരിയോട്ടിൻ്റെ ജീനോം എന്ന് പറയുന്നത് യുക്കാരിയോട്ടിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രൊകാരിയോട്ടിക് ജീനോമിൻ്റെ ചില പ്രത്യേകതകൾ അറിയണം. അതിൽ തന്നെ എന്താണ് ജീനോം ഓർഗനൈസേഷൻ എന്ന് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മെജോറിറ്റി നമ്മുടെ പ്രൊകാരിയോട്ടിൽ കാണുന്ന ക്രോമസോം എന്ന് പറയുന്നത് സിംഗിൾ ആൻഡ് സർക്കുലർ ആയിട്ടുള്ള ക്രോമസോം ആയിരിക്കും. അതായത് പ്രൊകാരിയോട്ടിലുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സിംഗിൾ ആണ്, സർക്കുലർ DNA മോളിക്യൂൾസ് ആയിരിക്കും. ചില കേസിൽ മാത്രം ലീനിയർ ആയിട്ടുള്ള ക്രോമസോമും അല്ലെങ്കിൽ രണ്ട് സർക്കുലർ ക്രോമസോമും ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാത്തൊന്ന് കാണുക. നെക്സ്റ്റ് വൺ അറിയേണ്ടത് നമ്മളുടെ ന്യൂക്ലിയോയിഡ്സ് ആണ്. അതായത് ജീനോം ഓർഗനൈസേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ആ ഒരു ന്യൂക്ലിയോയിഡ് അതായത് ക്രോമസോം ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ് ആയിട്ടാണ് സൈറ്റോപ്ലാസത്തിനുള്ളിൽ കാണുന്നത്. ബാക്ടീരിയയുടെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അതിൽ സൈറ്റോപ്ലാസത്തിൽ കുറേ ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഇറഗുലർ ഷേപ്പ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്ട്രക്ചറാണ് ആക്ച്വലി ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയോയിഡിനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഒന്നും ഇല്ല. അതായത് ന്യൂക്ലിയസിനെ ന്യൂക്ലിയോലസിനൊക്കെ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലെ യുക്കാരിയോട്സിൽ. പക്ഷേങ്കിൽ പ്രൊകാരിയോട്സിൽ അങ്ങനെ ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ആളല്ല ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ദെൻ DNA കോമ്പാക്ഷൻ ആണ്. ലോങ് DNA മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി തന്നെയാണ് ഈ ഒരു പ്രൊകാരിയോട്സിലും DNA കോമ്പാക്ഷൻ നടക്കുന്നത്. ഈ ഒരു സൂപ്പർ കോയിലിങ്ങിന് ഈ ഒരു DNA സ്ട്രാൻഡ്സിൻ്റെ രണ്ട് സ്ട്രാൻഡും തമ്മിൽ ട്വിസ്റ്റ് ചെയ്യും. അതിന് സഹായിക്കുന്നത് ചില പ്രോട്ടീൻസ് ആണ്, പക്ഷേ ഹിസ്റ്റോൺസ് അല്ല. യുക്കാരിയോട്സിൽ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഹിസ്റ്റോൺ. പക്ഷേങ്കിൽ പ്രൊകാരിയോട്ടിൽ ഹിസ്റ്റോൺ ഇല്ല. അതിന് പകരം വേറെ ചില പ്രോട്ടീൻസും എൻസൈംസും ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ്. അതായത് നമ്മൾ ഈ ഒരു സൂപ്പർ കോയിലിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം സൂപ്പർ കോയിലിംഗ് നമ്മളിപ്പോൾ ഒരു കയറ് തന്നെ ഇങ്ങനെ ചുരുട്ടുകയാണെങ്കിൽ കയറ് തന്നെ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ടോർഷണൽ സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടോർഷണൽ സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു സ്ട്രെസ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമാണ് ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്നത് റിലീഫ് ടോർഷണൽ സ്ട്രെസ് ആണ്. ഓക്കെ, റിലീഫ് ടോർഷണൽ സ്ട്രെസ് ഡ്യൂറിങ് ദ പ്രോസസ്. ലൈക്ക് റെപ്ലിക്കേഷൻ, ആ ഒരു കോയിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ നടക്കുമ്പോൾ ഈ ഒരു സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈമാണ് ടോപ്പോ ഐസോമറൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്ലാസ്മിഡ്സ്. അതായത് പ്രൊകാരിയോട്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ കാണുന്ന ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള DNA ആണ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാസ്മിഡ് എന്ന് പറയുന്നത് സ്മോൾ ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. സർക്കുലർ DNA മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ക്യാരി ജീൻസ് ഫോർ ട്രേറ്റ്സ് ലൈക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള സർക്കുലർ DNA മോളിക്യൂൾസ് ആണ്. സാധാരണയുള്ള അവരുടെ ജനറ്റിക് മെറ്റീരിയൽസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്മിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംബിസിലിൻ റെസിസ്റ്റൻസ്, PBR 322 എന്നൊക്കെ പറയുന്ന അത്തരം ആൾക്കാർ ഈ ഒരു പ്ലാസ്മിഡ് ഫാക്ടറിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ആണ് ഓപ്പറോൺസ്. അപ്പോൾ നമ്മൾ യുക്കാരിയോട്സിലെ ഓപ്പറോൺസ് എന്ന് പറയുമ്പം അതിൽ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ജീൻസ് ആണ് അല്ലേ? ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴാണ് ഓപ്പറോൺസ് എന്നുള്ള കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറോൺസിൽ എന്തുണ്ട്? പ്രോട്ടീൻസും ഉണ്ട്. അതായത് എക്സ്പ്രസിങ് ആൻഡ് നോൺ എക്സ്പ്രസിങ് പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ? എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്. പക്ഷേ യുക്കാരിയോട്ടിൽ മാത്രമേ ഉള്ളൂ. പ്രൊകാരിയോട്സിൽ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ ഉള്ളൂ. ഓപ്പറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിംഗിൾ ആയിരിക്കും. അവിടെ സിംഗിൾ ആയിട്ടുള്ള പ്രൊമോട്ടറാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഹൈ ഡെൻസിറ്റി ആയിരിക്കും. അതായത് പ്രൊകാരിയോട്ടിക് ജീനോം എന്ന് പറയുന്നത് ഭയങ്കര ഡെൻസ് ആയിരിക്കും. അതിൽ പക്ഷേ നോൺ കോഡിങ് ആയിട്ടുള്ള DNA മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നോൺ കോഡിങ് സീക്വൻസ് കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. നോൺ കോഡിങ് ആയിട്ടുള്ള DNA കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. എല്ലാം കോഡിങ് ആയിട്ടുള്ള എക്സോൺസ് ആണ് കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ആബ്സെൻസ് ഓഫ് ഹിസ്റ്റോൺ ആൻഡ് ന്യൂക്ലിയസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു DNA പാക്കേജിങ്ങിൻ്റെ സമയത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്ന യുക്കാരിയോട്ടിൽ കാണുന്ന ആ ഒരു പ്രോട്ടീൻ ഇതിൽ ആബ്സെൻ്റ് ആണ്. ക്രൊമാറ്റിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസും കാണുന്നില്ല. ഇതാണ് ഒരു പ്രൊകാരിയോട്ടിക് ജീനോമിൻ്റെ എൻ്റയർ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിൽ തന്നെ സിമ്പിളായിട്ട് എന്താണ് ഒരു DNA പാക്കേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഡീറ്റെയിൽസ് അതിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ
നമുക്ക് ആദ്യം പറയാനുള്ളത് മെജോറിറ്റി നമ്മൾ പ്രൊക്കാരിയോട്ട് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആൻഡ് ആർക്കിയാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ആൾക്കാർ മെജോറിറ്റി ഗ്രൂപ്പ്സിൽ സിംഗിൾ ആയിട്ടുള്ള സർക്കുലർ ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് പ്രൊക്കാരിയോട്സിൽ. ബൊറേലിയ വെർഡോഫെറി എന്ന് പറയുന്ന സ്പീഷീസിൽ ലീനിയർ ആയിട്ടുള്ള ക്രോമസോം ആണ്, ഓർത്ത് വെക്കുക. ദെൻ വിബ്രിയോ കൊളറയിലുള്ളത് 2 സർക്കുലർ ക്രോമസോംസ് ആണ്. ഈ രണ്ട് എക്സാമ്പിൾസും എക്സെപ്ഷൻസ് ആണ്, നല്ല രീതിയിൽ തന്നെ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് നമുക്ക് ആ ഒരു പ്രോസസ്സ് എന്താണ്, ജീനോം ഓർഗനൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് സൂപ്പർ കോയിലിംഗ് നോക്കാം. നമ്മളുടെ ഈ ഒരു പ്രൊക്കാരിയോട്സിലുള്ള DNA എന്ന് പറയുന്നത് അവയുടെ സെല്ലിനേക്കാളും 1000 മടങ്ങ് അധികമായിട്ടുള്ളതാണ്. സോ അവരുടെ സെല്ലിനേക്കാളും അത്രയോ മടങ്ങായിട്ടുള്ള ആൾക്കാർ ഇതേപോലെ കോയിൽ ചെയ്ത് ടൈറ്റ്ലി പാക്ക് ആക്കി വെക്കണം. അങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രോസസ്സാണ് സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ കോയിലിംഗിൽ ഇവിടെ ആക്ച്വലി എന്താ നടക്കുന്നത്, ഇവിടെ എന്തുണ്ടാവും, ഒരു DNA മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ആ DNA മോളിക്യൂൾസ് കോമ്പാക്റ്റ് ആയിട്ട് കോയിൽ ചെയ്യാണ്. ഇപ്പം നമ്മൾ പ്രൊക്കാരിയോട്സിൽ ഹിസ്റ്റോൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതിന് പകരം ന്യൂക്ലിയോഡ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ആ ഒരു പ്രോട്ടീൻ എന്ന് വിചാരിക്കുക. ആ പ്രോട്ടീൻ്റെ മുകളിൽ നമ്മളുടെ DNA ഇങ്ങനെ കോയിൽ ചെയ്യും. പക്ഷേ ചെറിയ രീതിയിൽ മാത്രമുള്ള കോയിലിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. മെജോറിറ്റി കേസിലും ഡബിൾ ഹെലിക്സ് കോയിലിംഗ് ആണ്. 2 പ്രോട്ടീൻസ് അടുത്തടുത്ത് ഉണ്ടായിരിക്കും. അതിന് ചുറ്റും DNA ഇങ്ങനെ കോയിൽ ചെയ്ത് വരികയാണ്. ഓക്കെ, DNA അതിൻ്റെ ചുറ്റും ഇങ്ങനെ കോയിൽ ചെയ്ത് ഇങ്ങനെയാണ് കോയിലിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു കോയിലിങ്ങിനെ സഹായിക്കുന്നത് ഒന്നാമത്തേതാണ് നാപ്സ്, ന്യൂക്ലിയോയിഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻസ്. അതായത് ഹിസ്റ്റോണിന് പകരം പ്രൊക്കാരിയോട്ടിൽ കാണുന്ന ആൾക്കാരാണ് നാപ്പ് എന്ന് പറയുന്നത്. അതിൽ ഹ്യൂ പ്രോട്ടീൻസും HNS പ്രോട്ടീൻസും ഒക്കെയാണ് ന്യൂക്ലിയോയിഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻസിന് എക്സാമ്പിൾ. DNA വ്രാപ്പ് ചെയ്യുന്നത് ഇത്തരം ആൾക്കാരുടെ മുകളിലായിരിക്കും. അപ്പോൾ DNA കണ്ടൻസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിങ്ങനെ സൂപ്പർ കോയിലിംഗ് നടക്കുകയാണ് അല്ലേ. അതായത് ഇവരിങ്ങനെ ചുരുങ്ങി ഇങ്ങനെ കോയിൽ ചെയ്ത് വരുമ്പം നമ്മളിപ്പോൾ ഒരു 2 ചരട് എടുത്ത് ഇങ്ങനെ പിരിച്ചെടുക്കും. അവിടെ ഒരു ടോർഷണൽ സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ടോർഷണൽ സ്ട്രെസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള കേസിൽ ആ സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത്. ഓക്കെ, ടോർഷണൽ സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത്. സോ ദെൻ അത് കൂടാതെ DNA ഇതൊന്നും വായിച്ചേക്കാം, ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. സോ DNA ഗൈറേസി എന്ന് പറയുന്ന ഒരു എൻസൈമും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു DNA ഗൈറേസി എന്ന് പറയുന്ന എൻസൈം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കോയിലിംഗ് നടക്കുകയാണ്. അതായത് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. കോയിലിംഗ് നടക്കണമെങ്കിൽ അവിടെ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ DNA റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുള്ളൂ. സൂപ്പർ കോയിലിംഗ് 2 ടൈപ്പ് ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇങ്ങനെ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA ഗൈറേസ്. ഇനി ആ ഒരു സൂപ്പർ കോയിലിംഗ് നടക്കുമ്പം അതിൻ്റെ ടോർഷണൽ സ്ട്രെസ് റെഗുലേറ്റ് ചെയ്ത് സൂപ്പർ കോയിലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ഏത് എന്ന് പറയുന്നത്, ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കോമ്പാക്ഷൻ ഒക്കെ നടന്ന് ലാസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു സ്ട്രക്ചറാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചറാണിത്. അതിൽ ഈ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കൊടുത്തേക്കുന്ന സാധനമാണ് അതിൻ്റെ ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് എന്ന് വെച്ചാൽ ക്രോമസോമിലെ DNA ഓർഗനൈസ് ചെയ്തിട്ട് കുറേ ലൂപ്സും ഡൊമൈൻസും ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോയിൽ ചെയ്ത് ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. പക്ഷെ ഇങ്ങനെ കോയിൽ ചെയ്യുമ്പോൾ അതിന് ഇറഗുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ്, ഇന്ന ഈ ഷേപ്പിൽ വരണമെന്നൊന്നുമില്ല. പല ഷേപ്പിലും സൈസിലും ഒക്കെ ആയിരിക്കും ഇനി ഒരു ന്യൂക്ലിയോയിഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കാം. ഇനി ഒരു ന്യൂക്ലിയോയിഡ് സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ച ഓപ്പറോൺസ് ആണ് ഇവിടെ ജീനിൻ്റെ എക്സ്പ്രഷനെ സഹായിക്കുന്നത്. അപ്പോൾ ഓപ്പറോൺ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. കാരണം അവിടെ എക്സോൺസ് മാത്രമേ ഉള്ളൂ, ഇൻട്രോൺസ് ഇല്ല. അതുകൊണ്ട് ഇൻട്രോൺസിൻ്റെ റിമൂവ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നില്ല, പ്രൊക്കാരിയോട്സിൽ നടക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.